കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നു. മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾക്ക് വിനയാകുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ഓളം കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ ഇവയുടെ പ്രജനനകാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചത്തടിയുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. നമ്മുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ് ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിനുള്ളിലൊക്കെ പെട്ടിരിക്കുന്നത്. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാനം ആമ ഇവിടെ ചത്തടിയുണ്ട്. ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് വഞ്ചിയെളിപ്പോൾ നമ്മളിത് കാണൂല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും ഈ മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. ഇതൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. മറ്റേ ആമയുടെ പ്രശ്നം കൂടെ ഞങ്ങൾക്കുണ്ട് ബുദ്ധിമുട്ട്. തെങ്ങിന്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ടാങ്കീസ് ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവപിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നു. മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലിവ് റീഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണുന്നത്. കരയിൽ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാകാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. TCV ന്യൂസ്, കയ്പമംഗലം.